ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്ക വരട്ടുന്നത് നോക്കാം. അപ്പോൾ ഈസി ആയിന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കുറച്ച് നേരത്തെ ഒരു ചെറിയ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ ചക്ക വരട്ടി വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തിരിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ചക്ക പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ചക്ക ഉണ്ട് വെച്ചെങ്കിൽ അത്രയും നമുക്ക് തയ്യാറാക്കുമ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാനൊരു 2 ചക്കയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു ബാച്ച് ഇത് കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഉള്ളിയിലൊക്കെ ഡയറക്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുക്കറിൽ ആക്കിയത്. ഇപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ ആയ കാരണം ചെറുതായിട്ട് ചക്കയിലേക്കൊക്കെ ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇതിൽ ഒരു ചക്ക ഇത്തിരി വെള്ളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഇറങ്ങിയിട്ടുള്ള ചക്കയാണ് വെച്ചെങ്കിൽ ജസ്റ്റ് ചെറിയ ഇതിൽ വെച്ചിട്ട് വെച്ചെങ്കിൽ സിമ്മിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം വരും. ആ വെള്ളത്തിൽ കിടന്ന് വെന്താൽ മതി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ ആ നോസിലൂടെ വിസിലിൽ കൂടെ ഒക്കെ വെള്ളം വരും. അപ്പോൾ പിന്നെ അത് ചെറിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട. കുറച്ച് വെള്ളം ഇല്ലാത്ത ചക്കയാണ് വെച്ചെങ്കിൽ നമ്മൾ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ചക്കയാണിത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ചക്കയുണ്ടായിരുന്നു. ഒന്ന് വെളുത്ത ചക്കയായിരുന്നു, അത് കാരണം അത് കളർ ഇങ്ങനെ രണ്ടും രണ്ടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുത്തത്. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അഥവാ ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്ലാസ്സിലെ 1/2 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതേ അങ്ങനെ ആവാതെ തന്നെ കണ്ടില്ലേ, ഒരുപാട് അത്യാവശ്യത്തിന് വെള്ളം ഇതിലുണ്ട്. അപ്പോൾ ഇത് നന്നായി അലിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വരട്ടിയെടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. അപ്പം ഞാനിവിടെ കറുത്ത കരിപ്പെട്ടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം. മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല. മധുരത്തിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ചക്കയുടെ ഇത് ബേസ് ചെയ്തിരിക്കും മധുരം. ചക്ക നല്ല മധുരമുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മധുരം ചേർക്കേണ്ടി വരില്ല. അതുപോലെ ഓരോരുത്തരുടെ താല്പര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ ഞാനൊരു 400-450 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ഇത് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 450 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നാളികേരമാണ്. നാളികേരം എന്ന് പറഞ്ഞാൽ 2 നാളികേരം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം താല്പര്യമില്ലാത്തവർക്ക് മടിയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അതല്ല അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നാളികേരത്തിൻ്റെ പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതല്ല ഒരുപാട് കാലമൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ചക്ക വരട്ടിയത് എടുത്ത് വെക്കാനാണെങ്കിൽ നാളികേരം പാലൊക്കെ വേണമെങ്കിൽ മാറ്റാം. ഞാൻ നാളികേരം പാൽ ഒഴിച്ചിട്ട് ഒരുപാട് കാലം ഒഴിച്ച് 2-3 മാസം എന്തായാലും ഇരിക്കുമൊന്നും കുഴപ്പമില്ല. അതിനും ഇത് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നാളികേരം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ വറ്റിച്ചുണ്ടാക്കി വരണം. അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാളികേരം പാല് പിഴിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഈ ശർക്കര ഉരുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ചക്ക വേവിച്ചെടുത്തതിൽ വെള്ളം നിൽക്കുന്നുണ്ട്, ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ വേറെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരില്ല. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം, അതുപോലെ തന്നെ നാളികേരം പാല് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ കല്ല് നമുക്ക് അരിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മൾ നാളികേരം പാല് അടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ്. കാരണം 1-ാം പാല് 2-ാം പാല് എന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ചുക്കാണ്. അപ്പോൾ ചുക്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ചുക്ക് പൊടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ല് നല്ലതാണ്. പിന്നെ നമുക്ക് ആവശ്യം ഏലക്കായാണ്. ഒരു 10-15 ഏലക്കായ എടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം നെയ്യ്. അപ്പോൾ നെയ്യിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നെയ്യ് ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ഇനി ആവശ്യം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഉരുളി എടുക്കാം. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അരിച്ച് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക ഇടുമ്പോൾ ഇതിലുള്ള വെള്ളം കൂടുതലാണല്ലോ വെച്ചിട്ട് കളയൊന്നും ചെയ്യരുത്. നമുക്കിത് അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലാണുള്ളത്. അതൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കുക തന്നെ ചെയ്യണം. നമുക്കെല്ലാം ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് നാളികേരം പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അതിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. കാരണം ഇത് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ കുറച്ച് നേരം എടുക്കും നമുക്കിതൊന്ന് വറ്റി വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് സൗകര്യം ഉണ്ട് വെച്ചെങ്കിൽ വിറകടുപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്താലും മതി. അപ്പോൾ വിറകടുപ്പ് വയ്ക്കുമ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ക്ലാരിറ്റി കുറയും. ഇത്ര മാത്രം. ഇതിപ്പോൾ ഇതിൽ കിടന്ന് നന്നായി തിളയ്ക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ നമ്മൾ ശർക്കര ചേർത്തപ്പോൾ അത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, മധുരം ഞാൻ പറഞ്ഞല്ലോ ചക്കയുടെ ഒക്കെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ മധുരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവൻ മധുരം നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട.
അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി ചേർത്ത് അത് ഏകദേശം ഒന്നായി വരുമ്പോൾ നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയും ശർക്കരയൊക്കെ കൂടി നന്നായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി തിളച്ചപ്പോൾ അത്യാവശ്യം പൊട്ടിത്തെറിക്കുന്ന ഒരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നാളികേരം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു സ്റ്റേജ് നമുക്ക് ഞാൻ പറഞ്ഞ മുമ്പ് തന്നെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ മറ്റേ നമ്മൾ പൂക്കുല ലേഹ്യം തയ്യാറാക്കിയപ്പോഴും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പൊട്ടിത്തെറിക്കും. നമ്മൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ചുള്ള ഇതെടുക്കുക. നല്ല നീളമുള്ള തവിയാണ് വെച്ചെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. നന്നായി ഇളക്കി ചേർക്കുക. ഇനി നമ്മൾ നന്നായി ഇളക്കണം, ഇളക്കി കൊടുക്കാതിരിക്കാൻ പാടില്ല. നാളികേരം പാൽ ഒന്ന് ഇതായി വരുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ശരിക്കും ഒരു ചക്കപ്രഥമൻ്റെ ഒരു സ്റ്റേജ് തന്നെയാണ്, പക്ഷെ അത് ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ടല്ലേ നമ്മൾ തയ്യാറാക്കുക. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്റ്റേജൊക്കെ മാറി ഒരുവിധം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരിവായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കില്ല കേട്ടോ. വെള്ളം വറ്റി വന്നു വെച്ചാലും ഈ ഒരു ഇതിൽ നമ്മൾ എടുക്കാൻ പാടില്ല. കുറച്ചും കൂടി ഒന്ന് നന്നായി വറ്റി വരണം. അപ്പോൾ നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു നുള്ള്. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീ ശ്രദ്ധിക്കണം. ഒരുപാട് തീയൊന്നും ആക്കാൻ പാടില്ല. നമ്മൾ അധികം തീയില്ലാതെ ആ കണലിൽ കിടന്ന് ആയി വരണം. അപ്പോൾ ഈ ചക്കയുടെ ഇങ്ങനെ ഈ നൂലൊട്ടുന്ന ഒരു പരിവുണ്ടല്ലോ, അത് മാറി കിട്ടിയാൽ മാത്രമേ നമുക്ക് പുറമേ ഇരിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കേട് വരാതെ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ എടുത്ത് വെക്കാം, പക്ഷേ ഫ്രിഡ്ജിനകത്തൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. മറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ ഭരണിയിൽ സൂക്ഷിച്ച് വെക്കുന്നത് പോലെ സൂക്ഷിച്ച് വെക്കാം. കുറച്ചും കൂടി നമുക്ക് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. അതുപോലെ നമുക്ക് 2 ചക്കയൊന്നും ഒരുമിച്ച് ചിലപ്പോൾ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഒരുപാട് ചക്കയൊന്നും ഒരുമിച്ച് പഴുത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നില്ല. പഴുത്ത ചക്കകൾ കിട്ടുമ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചതിൻ്റെ എന്തെങ്കിലും ബാക്കി വരിക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളത് വേവിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഇതുപോലെ കുറച്ച് ദിവസം പഴുത്ത് വന്ന ചക്കകൾ സൂക്ഷിച്ചതിന് ശേഷം ഒരുമിച്ച് എടുത്ത് വരട്ടിയാലും മതി. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു വലിയ ഭാരമായിട്ട് തന്നെ തോന്നും. അപ്പോൾ അത് കാരണം തന്നെ കുറച്ചായിട്ട് നമുക്ക് വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരുമിച്ച് ആക്കിയെടുത്താലും മതി. ഒരുവിധം വറ്റി ഇങ്ങനെ അടി പിടിക്കും എന്നുള്ളൊരു സ്റ്റേജൊക്കെ വരുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നെയ്യ് ഇതേപോലെ വീണ്ടും ഇളക്കി ചേർക്കുമ്പോൾ അടി പിടിക്കുക. അങ്ങനെ നല്ല ടൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ടൈറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. തീ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിം മതി. ഇപ്പം നമ്മളിതൊക്കെ വറ്റി ഏകദേശം ഈ ഒരു പരുവം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ബാറ്റർ ഇത് മൊത്തത്തിൽ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഉള്ളിൽ മൊത്തത്തിൽ ഒരേ സെറ്റായിട്ട് ഇങ്ങനെ വരും. ഈ ഒരു പരുവം വരുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യും അതുപോലെ തന്നെ നാളികേരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പാലിലെ എണ്ണ തെളിഞ്ഞ് ഒന്ന് സെറ്റായി വരുന്ന ഒരു പരുവാണിത്. അപ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പോൾ ഗോതമ്പട തയ്യാറാക്കും. അതുപോലെ തന്നെ നമുക്ക് ചക്കയുടെ ഈ പഴുത്ത ചക്ക ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം തയ്യാറാക്കും അതൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ എടുക്കണം. അല്ല ഞാൻ ചിലപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ പണ്ടത്തെ കാരക്ക മിഠായി ഇല്ലേ, അതുപോലത്തെ ആ മിഠായിയുടെയൊക്കെ ഒരു പരുവത്തിൽ ഞാൻ നല്ല ടോഫി ഇട്ട് എടുക്കാറുണ്ട്. ആ സ്റ്റേജിൽ എടുത്താൽ നമുക്ക് പലഹാരങ്ങൾ തയ്യാറാക്കാൻ പറ്റില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റായിട്ട് മിഠായി പോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടേത് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അല്ല കറക്റ്റ് ചെയ്ത് വിട്ടുപോരുന്ന ഒരു പരുവം. അപ്പോൾ നമ്മുടെ ചക്ക വെട്ടുന്ന പരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. നമ്മൾ ചേർത്ത നാളികേരം പാലിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ നെയ്യും എല്ലാം തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്.
ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറച്ച് നേരം നമ്മൾ അത്യാവശ്യം ഞാനൊരു 1.5-2 മണിക്കൂറോളം ഏകദേശം ഇളക്കിയിട്ടുണ്ടായിരിക്കും. കാരണം നാളികേരം പാൽ ചേർത്ത കാരണം. നാളികേരം പാൽ ചേർത്തില്ലെങ്കിൽ ഇത്രയ്ക്ക് ടൈം വേണ്ട, കാരണം അത്രയും വെള്ളം വറ്റി വരേണ്ട ആവശ്യമില്ലല്ലോ, അത് കാരണം. പക്ഷെ നാളികേരം പാൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്